അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3008. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് തർക്കിക്കാൻ വേണ്ടി പഠിച്ചാൽ നരകത്തിലാണ്. ബഹുമാനപ്പെട്ട ഇബ്നു മാജ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, മൻ ത്വലബൽ ഇൽമ ലിയുമാരിയ ബിഹി സുഫഹാ, ആരെങ്കിലും വിഡ്ഢികളോട് തർക്കിക്കാൻ വേണ്ടി ഇൽമു പഠിച്ചാൽ, വിഡ്ഢികളോട് തർക്കിക്കാൻ എന്ന് പറഞ്ഞാൽ തർക്കത്തിന് വേണ്ടി മാത്രം നടക്കുന്ന ആൾ വിഡ്ഢികളാണ്. കാരണം അതുകൊണ്ട് മൻഫഅത്തില്ലല്ലോ. അത്തരം ആളുകളോട് തർക്കിക്കാൻ വേണ്ടി, വാദപ്രതിവാദം നടത്താൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി മാത്രം ഇൽമു പഠിച്ചാൽ, ഔ ലി യുബാഹിയ ബിഹിൽ ഉലമ, അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ അതുകൊണ്ട് അഭിമാനം പറയാൻ വേണ്ടിയിട്ട്, പ്രൗഢി അടിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഞാൻ അയാളെക്കാൾ ഉഷാറാണ്, അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂട്ടത്തിൽ കൂടേണ്ടവനാണ്, ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ആലിമീങ്ങളോട് പറയാം ഞാൻ ഇത്ര പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ആലിമീങ്ങളോടും മറ്റുമൊക്കെ അഭിമാനത്തോടെ വിളിച്ചു പറയാൻ വേണ്ടി അങ്ങനെ ഇൽമു പഠിച്ചാൽ, ഔലി യസ്രിഫ വുജൂഹന്നാസി ഇലൈഹി, അല്ലെങ്കിൽ ജനങ്ങളുടെ മുഖങ്ങൾ തന്നിലേക്ക് തിരിക്കാൻ വേണ്ടി, അഥവാ എല്ലാവരും തന്നിലേക്ക് നോക്കണം, തന്നെ ശ്രദ്ധിക്കണം, തന്നിലേക്ക് ആകർഷിക്കണം. ഇൽമു പഠിച്ചു വലിയ ആലിമാണെന്നാകുമ്പോൾ എല്ലാവരും നോക്കുമല്ലോ. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇൽമു പഠിച്ചു. ഇങ്ങനെയൊക്കെ ആയാൽ ഫഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ്. ഈ 3 ലക്ഷ്യവും, പ്രൗഢി അടക്കാൻ വേണ്ടി, അഭിമാനം വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ആ ലക്ഷ്യത്തോടാണെങ്കിലും ശരി, അല്ലെങ്കിൽ ജനങ്ങളെല്ലാം തന്നിലേക്ക് വരാനാണെങ്കിലും, അല്ലെങ്കിൽ തർക്കിക്കാൻ വേണ്ടിയാണെങ്കിലും, 3ആണെങ്കിലും ഇൽമു പഠിക്കുന്നതിന് ലക്ഷ്യം മാറിപ്പോയി നരകത്തിലാണ്. ഇൽമു പഠിക്കേണ്ടത് ഇൽമു സമ്പാദിക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടിയാണ്, പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടിയാണ്. ജനങ്ങളുടെ തെറ്റിദ്ധാരണ തീർത്തു കൊടുക്കുക എന്ന ലക്ഷ്യം പറ്റും. തർക്കം എന്നത് മാത്രം ലക്ഷ്യമാവരുത്. പുത്തനാശയക്കാർ ഇസ്ലാമിനെ വികലമായിട്ട് ചിത്രീകരിക്കുമ്പോൾ അവരുടെ ആശയങ്ങളും അതിൻ്റെ മറുപടിയും കൃത്യമായിട്ട് ആദർശം പഠിക്കുന്നത് ജനങ്ങളുടെ തെറ്റിദ്ധാരണ തിരുത്തി ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണെങ്കിൽ അതിൽ തെറ്റില്ല, നല്ലതാണ്. മറിച്ച് വെറുതെ തർക്കിക്കുക എന്ന നിലക്ക് പഠിക്കാൻ പാടില്ല. തർക്കം മാത്രം ലക്ഷ്യം വെച്ച് പഠിക്കരുത്. ജനങ്ങളുടെ നന്മ ലക്ഷ്യം വെച്ച് പ്രബോധനത്തിന് വേണ്ടി, ആളുകൾക്ക് യഥാർത്ഥ ആശയം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പഠിക്കാവുന്നതാണ്. അള്ളാഹു തആല അത്തരത്തിൽ പഠിക്കുന്ന യഥാർത്ഥ മുതഅല്ലിമീങ്ങളിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.